പൃഥ്വിരാജ് ഒരു മികച്ച കലാകാരനാണ്. അയാൾ ആ സിനിമ സത്യം പറഞ്ഞാലുണ്ട്, കേരളത്തിൽ ഇതിനു മുന്നേ സിനിമ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ടെക്നോളജി ലോകത്തിലെ പല രാജ്യങ്ങളും പോയി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ രാജ്യങ്ങളിലെ ഭൂമിശാസ്ത്രവും സംസ്കാരവും നമുക്ക് അതിനകത്ത് കാണാം. അവരുടെ ഭാഷ എല്ലാം കേൾക്കാൻ പറ്റും. അതിസാഹസികനായ ഒരു സിനിമ പ്രവർത്തകനാണെന്ന കാര്യം പറയുന്നത് എനിക്ക് തർക്കമില്ല. അത്ര നല്ല മിടുക്കനായ ഇതാണ്. എന്താണ് അയാൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? വർഗീയത പാടില്ല. കലാപങ്ങൾ നടത്തി ഉണ്ടായ കലാപങ്ങൾ അത് നമ്മുടെ നാടിനെ എത്രമാത്രം ഭിന്നിപ്പിച്ചു, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം മുറിവുണ്ടായി. ഈ ഒരു പ്രമേയം വലിയ സിനിമയെ കൊണ്ടും എന്ത് ചെയ്തു? എന്തിനാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്? ഇനി ഒരു BJP നേതാവിൻ്റെ പ്രസംഗം ഇന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മ മല്ലിക ചേച്ചി എത്ര മാന്യൊരു സ്ത്രീയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബാംഗങ്ങളെ വെറുതെ വിടുന്നു, കൈകാര്യം ചെയ്യുന്നവർ എന്ത് കൈകാര്യം ചെയ്യാൻ? ഇത് കേരളമല്ലേ? ഇവിടെ ജനങ്ങളുടെ പരിപൂർണ പിന്തുണ, ഗവൺമെൻറ് പരിപൂർണ പിന്തുണ ആ കുടുംബത്തിനും ആയിക്കോട്ടെ. ഈ പറയുന്ന 4 പേര് സംഘപരിവാരത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾ ഇതിനോടൊന്നും യോജിപ്പെടുന്നു എനിക്ക് തോന്നുന്നു. ദൂരമുള്ളവരാരും ചോദിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആരും കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അവർ കുറേ ഈ കടുത്ത വർഗീയമായി ചിന്തിക്കുന്ന ആളുകളെ ഒഴിച്ചാൽ ബാക്കി ആരും അങ്ങനെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് അവരുടെ മാനസികാവസ്ഥയാണ്. ഇതിനെല്ലാം എതിർക്കുക. ഞങ്ങൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ എന്താ? രാജ്യം ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വല്ല ആരെയും പറ്റി പറഞ്ഞു. ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ പറ്റി എന്തെല്ലാം പറയുന്നത്? ഞങ്ങളാരും കൊങ്ങായി പിടിക്കുന്നില്ല. പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയുമ്പോൾ വ്യക്തിപരമായിട്ടാകരുത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. പറയുമ്പോൾ വ്യക്തിപരം ആക്ഷേപിക്കേണ്ടതല്ല. അതിനകത്ത് ആരെയും വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിച്ചിട്ടില്ല. പൊതു സാമൂഹിക പ്രശ്നം അവർ ഉന്നയിച്ചു. ആ വേട്ടയാടൽ ഒട്ടും ശരിയല്ലെന്നാണ്.